+1 കമ്പ്യൂട്ടർ സയൻസിലെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ പിടിച്ചാലോ നമുക്ക്. ഓക്കെ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ്. ഇവിടെ ബസ് ഒരു കോഡ് ഫ്രാഗ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് ഫ്രാഗ്മെന്റിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ചെറിയ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവുക. ഫോർ ലൂപ്പിൽ സെമി കോളൻ അല്ലെ? ഫോർ ലൂപ്പിൽ സെമി കോളൻ വരാറുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഇവിടെ സെമി കോളൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എഫക്റ്റ് നമുക്ക് നോക്കി നോക്കാം അല്ലെ. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ നടക്കും, പക്ഷെ സെമി കോളൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എംപ്റ്റി ബോഡി ആണ് എന്നുള്ളതാണ്. സാധാരണ സെമി കോളൻ ഇല്ലെങ്കിൽ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുക. സി ഔട്ട് i+5 എന്നുള്ളത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് 10 പ്രാവശ്യം റൺ ചെയ്യും അല്ലെ. പക്ഷെ ഇവിടെ സെമി കോളൻ ഉള്ളതുകൊണ്ട് എംപ്റ്റി ബോഡി ആണെന്നാണ് കമ്പൈലർ വിചാരിക്കുക. ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നില്ല, പകരം ലൂപ്പ് മാത്രം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യം ഐന്റെ വാല്യൂ 1 ആണ്. 1 < 10 അല്ലേ എന്ന് ചെക്ക് ചെയ്തു, ആണ്. അപ്പൊ എന്ത് ചെയ്തു? i+1 ചെയ്തു, അപ്പൊ 2i അല്ലെ. പിന്നെ വീണ്ടും 2 < 10 ചെക്ക് ചെയ്തു, പിന്നെ 3i 3 < 10. അങ്ങനെ നമ്മള് ഐന്റെ വാല്യൂ 11 ആയി അല്ലെ. അപ്പൊ ഐന്റെ വാല്യൂ എത്രയാണ്? i equal to 11i. ഇതാണ് താഴേക്ക് വരിക. താഴെയുള്ളത് ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സി ഔട്ട് i+5. ഐന്റെ വാല്യൂ 11 ആണ്. 11 + 5 = 16 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സെമി കോളൻ വന്നു കഴിഞ്ഞാൽ ഒരു ടെൻഷനും ആവേണ്ട, എംപ്റ്റി ബോഡി ആണെന്നാണ് കമ്പൈലർ വിചാരിക്കുക. അപ്പം ലൂപ്പായിട്ട് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും.